അതെ എവിടെയാണ് ആരെങ്കിലും ജാഗം കിടക്കണ്ട സമാനപ്പെട്. എടാ അപ്പൊ മത്തായി സാറിനോട് പോണ്ടേ? എന്തിനാ നമ്മള് പോണത്? പിന്നെ നമ്മളല്ലാണ്ട് പിന്നെ ആര് പോകും? അവിടെ എന്താണ്? അവിടെ പാർട്ടി ഉണ്ട് പറഞ്ഞില്ലേ? പാർട്ടിക്കും കോപ്പിനും ഞാനില്ല. അയാളുള്ള പൈസ തരാന്ന് പറഞ്ഞത് നിനക്ക് അങ്ങോട്ട് മേടിച്ചാ പോരാർന്ന്. എന്തിനാ പാർട്ടിക്ക് പോണത്? എന്റെ പൊന്നു ഫാസിൽ, അയാളോട് ഞാൻ എങ്ങനെ പൈസ ചോദിക്കടോ? അയാളോട് പൈസ ചോദിക്കാൻ പറ്റുമോ? അയാൾ നാളെ നമ്മളെ മൂന്നാറിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ടല്ല റിസോർട്ടില്. ഇടക്കനക ഉള്ളവൻ തന്നെ മേടിച്ചാൽ എന്താണ്? ഇല്ലാത്ത ആളൊന്നും അല്ലല്ല. ഇപ്പൊ പാർട്ടിക്ക് പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കള്ളുണ്ടാവും. നീ മടമടാന്ന് എടുത്ത് അടിക്കും. എനിക്കാണെങ്കിൽ കുടിക്കാനും പറ്റൂല. കുടിക്കണ്ടത് നമുക്ക് കുടിക്കണ്ടെന്ന് വെച്ചാ പോരെ? നീയല്ലേ സാധനം കണ്ടാ കുടിക്കാത്തത്. എനിക്കറിയാം ഈ തിരക്ക് കണ്ടപ്പോ. ഇന്നലെ ഒന്നും ഈ ഒരു തിരക്കും ഉണ്ടായില്ല. എടാ ഞാൻ കുടിക്കില്ലാന്ന്, ഞാൻ കുടി നിർത്തിയതല്ലേ. കുടിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റൂ? നിനക്ക് വീട്ടിലോട്ടിയല്ല, എനിക്കിതും കുടിച്ചോണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റൂല. ആ പൈസ മേടിച്ചാൽ മതിയായിരുന്നു. പേര് അപ്പൊ പണി കഴിഞ്ഞ സമയത്ത് നിനക്ക് ചോദിക്കായിരുന്നല്ലോ. ഞാനെങ്ങനെ ചോദിക്കണം? നീയല്ലേ ക്യാപ്റ്റൻ, നീ ചോദിക്കണ്ടത്. അയാൾ പറഞ്ഞല്ലോ എന്താന്ന് വെച്ചാൽ കനക തരാന്ന് പറഞ്ഞല്ല. ഞാൻ അതും കണക്ക് കൂട്ടിയിട്ട് വേറെ കാര്യങ്ങളും തീരുമാനിച്ചാണ്. അതെ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവിടെ പോയില്ലെങ്കിൽ വളരെ മോശമാവും. പോകലൊക്കെ പോ. ഞാനൊരു കാര്യം പറയാ, നീ വേണമെങ്കിൽ എന്റെ പങ്കും കൂടി കുടിച്ചോ. എന്നിട്ട് ഉള്ളപ്പോ എനിക്ക് ആ പൈസ ഇങ്ങോട്ട് തന്നാൽ മതി. എടാ ഞാൻ കുടിക്കണില്ലാന്ന്. നമ്മൾ ഒന്നവിടെ തല കാണിക്കാൻ നിന്നിട്ട് പോരാ, അത്രേ വേണ്ടൂ. വിളിച്ചിട്ട് എടുക്കണില്ല. മറ്റേ വേതാളം ഉണ്ടല്ലോ, അവനൊന്ന് വിളിച്ചു നോക്കിയേ. അവനെ ഫാസിലില്ലയോ? അവനൊന്ന് വിളിച്ചു നോക്കിയേ. ഫാസിലിനെ വിളിച്ചിട്ട് കിട്ടണില്ല. നീ കിടന്ന് ബഹളം വയ്ക്കാതെ. അവനെ ഹവീൽദാരുടെ മോനാ. അവൻ അറിയാൻ വരേണ്ട സമയം എപ്പോഴാണെന്ന്. ആ സമയത്ത് അവനിങ്ങ് എത്തിക്കോളും. ഹവീൽദാർ പണ്ടിങ്ങനെ ഒരു പോക്ക് പോയാലേ ചിലപ്പോ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. അവൻ ഇങ്ങ് വരും, നീ വിഷമിക്കണ്ട. നീ ആദ്യം എവിടെയെങ്കിലും ഉറച്ചിരിക്കി. എത്ര സമയായി? എന്ത് 10 മണിയല്ലേ ആയുള്ളൂ? എന്റെ ജമന്തി, നീ ഒന്ന് സമാധാനിക്ക്. ശമ്പളമൊക്കെ കിട്ടിയിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. ചിലപ്പോൾ അവൻ എന്തെങ്കിലും വാങ്ങാനോ ഒന്നും നല്ല സാരി വല്ലതും വേണമെന്നെല്ലാം പറഞ്ഞ. ക്ലീറ്റോ ചേട്ടൻ ഒന്ന് പോയി നോക്ക്. ചുമ്മാ 10 മണിയല്ലേ ആയുള്ളൂ. ആണുങ്ങളെ സംബന്ധിച്ച് അത് രാത്രി ആവാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. എന്നോട് പറയാതെ എങ്ങും പോകാറില്ല. അതിന് എവിടെ പോയിന്ന് പറഞ്ഞ അവൻ ജോലിക്ക് പോയതല്ലേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ചിലപ്പോ വല്ല പോസ്റ്റിൽ എന്തെങ്കിലും പണി ഉണ്ടായിട്ടുണ്ടാവും. 10 മണി വരെയോ? ചാർജ് തീർന്നു പോയില്ലേ ഫോണില്? ഇപ്പൊ ഇതിന്റെ ഒരു കാര്യം മനസ്സിലായി. ആണുങ്ങൾ ഒരിക്കലും എന്നും കൃത്യമായി നേരത്തെ 8 മണിക്ക് വീട്ടിൽ വരരുത്. അതാണ് ഇങ്ങനെ ശീലിച്ച് വെപ്പിക്കണ കുഴപ്പം. ഞാനതല്ലേ സമയത്ത് തന്നെ ഞാൻ ഇറങ്ങില്ല. നല്ല വരവ് തന്നെ. നീ എന്തിനാ പോണത്? പ്രപഞ്ചത്തിന്റെ അറ്റം വരെ പോണ എനിക്ക്. പ്രപഞ്ചത്തിന്റെ അറ്റം വരെ പോണോന്ന് ഇപ്പൊ തീരുമാനവും. നിങ്ങളുടെ ഇറങ്ങ്. എന്നെ പാതി വഴിയിൽ ഇറക്കി വിടരുത്. അലമ്പുണ്ടാക്കല്ലേ? ഇതേ ഇതിന് കള്ളു കുടിച്ചാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രപഞ്ചത്തിന്റെ അറ്റം വരെ പോണം. അറ്റത്തി നീ ഇറങ്ങ്. എത്തിയിട്ടില്ലടാ, എത്തിയിട്ടില്ല. ആത്മാർത്ഥ കൂട്ടുകാരാ, ഇങ്ങനെ തന്നെ കാണിക്കണം. കുടിച്ചിട്ട് നേരെ ഇഞ്ഞോണ്ട് ഇറക്കിക്കോണം. നിന്റെ വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നോടാ. എടാ ഞാൻ ഇവനോട് പറഞ്ഞാണ്. അപ്പൊ നാളെ ഹർത്താലല്ലേ, ഉച്ചവരെ കിടന്ന് ഉറങ്ങാന്നും പറഞ്ഞ് മുന്തിയ പങ്കടിച്ച് കയറ്റിയതാണ്. മാമയല്ല അമ്മാവൻ, മാമയല്ല അമ്മാവൻ, അമ്പിളി അമ്മാവൻ. അപ്പുറപ്പുറത്ത് ആളുകളുണ്ട് കേട്ടോ. ആളുകളെ വിളിയടാ. ഇറങ്ങില്ല, ഞാൻ ഇറങ്ങില്ല. എന്റെ കൊച്ചിന് എന്തോ പറ്റിയിരിക്കുന്നു. എന്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചതാ? നീ കുടിച്ചിട്ടുണ്ടോടാ? ഇല്ലമ്മ. അയ്യോ, അമ്മയുടെ മകൻ കുടിക്കത്തില്ല. അവൻ നേട്ട അമ്പലത്തിൽ നിന്ന് ദീപാരാധന തൊഴുതിട്ട് വരുന്ന വരവല്ലേ. അമ്മ, അമ്മ എനിക്ക് അമ്മയുടെ മടി കിടന്ന് മരിക്കണം. നീ എന്നെ കൊന്നുകള നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഫാസിലൊക്കെ അന്തസ്സായിട്ട് അവന്റെ വീട്ടിൽ എത്തി. ഫാസിലെ വിളിക്കണ അവനൊക്കെ കുടുംബം നോക്കണം. അകത്ത് പോയി കിടക്ക്. ഞാൻ മിണ്ടാൻ പാടില്ല. പോലെ ഞാൻ മിണ്ടി എന്നിട്ട് കുഴപ്പം. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് മനുഷ്യ? അല്ലെങ്കിൽ ഞാൻ മിണ്ടിയാണോ കുഴപ്പം? നീ മിണ്ടിയാ കുഴപ്പം. നീ അകത്ത് പോയി കിടക്കടാ. അപ്പുറത്ത് ഇപ്പുറത്തെ മാന്യനായ ആളുകൾ താമസിക്കാം. ഞാൻ മരിക്കടി. ഞാൻ മരിക്കും. ഇങ്ങനെ കുടിക്കണമെങ്കിൽ നീ മരിക്കൂടാ. നിങ്ങളൊക്കെ അവിടെ തനിച്ചാക്കിട്ട് ഞാൻ മരിച്ചിട്ട് പോകും. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സന്തോഷിക്കും ഞങ്ങൾ. എന്തിന്? അപ്പൊ ഞാൻ ജീവിച്ചിരിക്കണത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ജീവിച്ചിരിക്കാൻ നല്ല. എന്നാ പിന്നെ എല്ലാരും കൂടി എന്നെ കൊല്ലടാ അളിയാ.
നിന്റെ കാല് തറ ഉറക്കല്ല അവിടെ നീ വാ കളിക്കാതെ നീ എന്താ നീ വാ. നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്ക് എന്നിട്ട് എന്നെ കൊല്ലടാ എന്നെ കൊല്ല് നിന്നെ കൊല്ലണ്ടടാ ആ. നീ ചാവൂടാ നീ ഇങ്ങനെ കുടിക്കണമെങ്കിൽ നീ കൂമ്പും കാണി പാടി ചാവൂടാ അമ്മ എന്നെ കൊന്നിട്ട് ഈ വീട് സ്വന്തമാക്കണം അതാണ് അവന്റെ ഐഡിയ ആണടാ നമ്മുടെ പെൻഷൻ കഴിച്ച് നിനക്ക് കൊണ്ട് പോയി നക്കണം ആ നക്കൂടാ ഞാൻ നീ ഇങ്ങനെ കുടിച്ചു കാണാൻ ഞാൻ നക്കൂടാ മാമനല്ല അമ്മാവൻ അമ്മിലെ അമ്മാവൻ മാമനല്ല അമ്മാവൻ നിങ്ങൾ വായിക്കോ ഞാൻ മരിക്കും നീ മരിക്കാതാ നല്ലത് ഇതിലും ഭേദം നീ മരിക്കണം എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല ഒരാള് ജനിച്ചു കഴിഞ്ഞാൽ മരണം അയാളുടെ കൂടെ ഉണ്ട് ഈ നിമിഷം മരിച്ചാ പോലും എനിക്ക് പുല്ലാണ് ദുഃഖം എന്ന് പറയുന്ന സംഗതി ഇല്ല നിങ്ങൾ മുട്ടയിടും ഞങ്ങൾക്ക് പുല്ലാണടാ എന്റെ മൊട്ട നീയൊക്കെ എങ്ങനെ ജീവിക്കണി ഈ കോന്തനെ വിശ്വസിച്ചിട്ട് നീയൊക്കെ എങ്ങനെ ജീവിക്കുന്നു നിനക്കുണ്ടല്ലോ എന്ത് എന്താ നീ ഉദ്ദേശിക്കണേ ഞാനെന്താ ഉദ്ദേശിച്ചു ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കില്ല ഞാൻ ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കില്ല വളം വെച്ച് കൊടുത്താണ് ഇവ ഇത്രയും വഷളായത് കല്യാണം നീ വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ നല്ല ഭർത്താവിനാണ് ഞാൻ കള്ളുടിയനാണ് കൊള്ളരാത്തവനാണ് ആ പോയി അടക്കി വെക്കോടെ എടാ അന്തസ് ഉണ്ടാടാ നിനക്ക് അന്തസ് എടാ നീ 10 ആൾ അറിയുന്ന ഒരു ലൈൻമാൻ അല്ലേ ഈ വേഷം ഇട്ടുണ്ട് അരി മേടിക്കണ ഈ വേഷം ഈ സാധനം കൊണ്ട് തന്നെ ബാറി കയറി കുടിക്കാൻ നടക്കണം ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ എടാ പുല്ലേ ഞാൻ ലൈൻമാനാണ് ഞാനൊരു ലൈൻമാനാണ് അല്ലാണ്ട് സബ് കളക്ടർ അല്ല അത് മനസ്സിലായിക്കോ അതൊരു അന്തസ്സല്ലേ എന്താ അന്തസ് ഇതല്ലേ നിന്റെ പ്രശ്നം ഇതാ വെറുതെ എവിടേക്ക് എവിടേക്ക് പോണെന്ന് എങ്ങോട്ടെങ്കിലും സ്വഭാവം അറിയില്ല അവര് എന്റെ സ്വഭാവം അറിയില്ല നാളെ നമുക്ക് ബാക്കി സംസാരിക്കാം കേട്ടോ മരണമെത്തുന്ന നേരത്ത് നീ അല്ല വേണ്ട ഞാൻ മറ്റേ ഇവനൊക്കെ ഉള്ളിടത്ത് എന്നെ പോലുള്ളൊരു പ്രമുഖനൊക്കെ എങ്ങനെ സമാധാനമായിട്ട് കഴിയും ശരിയാവൂല ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒന്നും ശരിയാവൂല